1999 US പോലീസ് ന്യൂസ് മീഡിയാസിലൊക്കെ ഒരു ഫോട്ടോ റിലീസ് ചെയ്തു. ഫോട്ടോ എന്നത് ഒരു ടാറ്റു ഫോട്ടോ. അതുപോലത്തെ ടാറ്റൂസ് ആരുടെയെങ്കിലും ശരീരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ പോലീസിൽ ഇൻഫോം ചെയ്യൂ എന്നാണ് പത്രപരസ്യം. ഈ ന്യൂസ് വായിച്ച് അടുത്ത ദിവസം ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിലെത്തി. ആ സ്ത്രീയുടെ ആങ്കിളിൽ അതേ ഡിസൈനിലുള്ളൊരു ടാറ്റു ഉണ്ടായിരുന്നു. പോലീസ് അവളോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ നല്ലതല്ലാത്ത കാര്യം നടന്നിട്ടുണ്ടോ എന്നൊക്കെ. ആ സ്ത്രീയുടെ പേരായിരുന്നു കെല്ലി ഗാരറ്റ്. അവളൊരു ഡിവോഴ്സിയായിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രത്യേകിച്ചൊന്നും നടന്നിരുന്നില്ല. പക്ഷേ രാത്രി എന്നും ഉറങ്ങിക്കഴിഞ്ഞാൽ ആരോ അവളെ ടോർച്ചർ ചെയ്ത് റേപ്പ് ചെയ്യുന്നതായിട്ട് സ്വപ്നം കാണും. ഇടവിട്ടിടവിട്ട് കുറേ കാലമായി ഒരേ സ്വപ്നം. അപ്പോൾ പോലീസ് അവൾക്കൊരു വീഡിയോ റെക്കോർഡിങ്സ് കാണിച്ചു കൊടുത്തു. ആ വീഡിയോയിൽ ഒരാൾ കെല്ലി ഗാരറ്റിനെ ടോർച്ചർ ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോ കാണുന്ന പോലെയായിരുന്നു അവളുടെ സ്വപ്നവും. സോ അവളാകെ കൺഫ്യൂസ്ഡായി. റിയാലിറ്റി എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുമില്ല. പോലീസ് അവളോടൊരു കാര്യം പറഞ്ഞു. അളവിൽ കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിച്ച് ഒരാൾ നിങ്ങളെ ടോർച്ചർ ചെയ്തതാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലാത്തതെന്ന്. പോലീസ് മറ്റൊരു കാര്യം കൂടി കെല്ലി ഗാരറ്റിനോട് പറഞ്ഞു. അത് നിങ്ങളൊരു സീരിയൽ കില്ലറിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളാണെന്ന്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ജൂൺ. വെൽക്കം ടു ദി സ്റ്റോറി. US ഒരു സിറ്റി, എലഫന്റ് ബുട്ട്. അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ദിവസം തോറും ധാരാളം ടൂറിസ്റ്റുകൾ ആ സിറ്റിയിൽ എത്തുമായിരുന്നു. ആളുകൾ കൂടുമ്പോൾ ഓഫ് കോഴ്സ് ഇല്ലീഗൽ ആക്ടിവിറ്റീസും കൂടും, ക്രൈംസ് റേറ്റും കൂടും. അങ്ങനെ 1999 മാർച്ച് 22 അതൊരു വിൻ്റർ കാലമായിരുന്നു. ഒരു പെണ്ണ് പകൽ നേരത്ത് ഡ്രസ് പോലും ഇല്ലാതെ, അതായത് കംപ്ലീറ്റ് ന്യൂഡായിട്ട് റോഡിലൂടെ ഓടുന്നുണ്ടായിരുന്നു. അവളുടെ കഴുത്തിൽ ഒരു സ്ലീവ് കോളറുണ്ട്, കയ്യിൽ വിലങ്ങുമുണ്ടായിരുന്നു. വളരെ വിജനമായൊരു സ്ഥലമായിരുന്നു അത്. അതുകൊണ്ട് അവൾ മുന്നോട്ടോടി. അപ്പോഴാണ് റോഡിനടുത്തൊരു വീട് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വീട്ടിലെ കോളിംഗ് ബെൽ അടിച്ചു. വീട് തുറന്നു വന്നയാൾ ആ സ്ത്രീയുടെ കണ്ടീഷൻ കണ്ട് ആകെ ഷോക്കായിപ്പോയി. അവളെ വീട്ടിനകത്തേക്ക് കയറ്റി. വസ്ത്രവും ഭക്ഷണവും ഓഫർ ചെയ്തു. ആ വീട്ടുടമസ്ഥൻ കാര്യമന്വേഷിച്ചു. എന്തിനാണ് അത്തരമൊരു സാഹചര്യത്തിൽ ന്യൂഡായിട്ട് ഓടിയത്? എന്ത് കണ്ടാണ് അവൾ ഭയപ്പെട്ടത്? അവൾ ആരായിരുന്നു? കഥയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള മിസ്റ്ററി, ത്രില്ലർ ആൻഡ് ഗോസ്റ്റ് ടൈപ്പ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുമാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. ആ സ്ത്രീയുടെ പേരാണ് സിന്തിയ വിജിൽ. ഇനി പറയുമ്പോൾ ഈ പേര് കൺഫ്യൂസ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ പേര് കൃത്യമായിട്ട് ഓർത്തു വെച്ചോളൂ. അവളെ ആരോ തട്ടിക്കൊണ്ടുപോയി ടോർച്ചർ ചെയ്ത് റേപ്പ് ചെയ്തതായിരുന്നു. ഏതായാലും ആ വീട്ടിലെ ആൾ പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് സ്ഥലത്തെത്തി. സിന്ത്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഡേവിഡ് പാർക്കർ റേ എന്നയാളെയും അയാളുടെ കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് ഡേവിഡ് പാർക്കറിനെ ക്വസ്റ്റ്യൻ ചെയ്തു. ഒരു മനുഷ്യന് ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്യാൻ പറ്റുമോ എന്നതാണ് പോലീസിന്റെ സംശയം. അവരെല്ലാം ഡേവിഡ് പാർക്കറിന്റെ കഥ കേട്ട് ഞെട്ടിപ്പോയി. ഡേവിഡ് പാർക്കർ റേ 1939 മെക്സിക്കോയിൽ ജനിച്ചു. ഡേവിഡിന്റെ പാരൻസിന് അത്രയ്ക്ക് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. സോ അവൻ വളർന്നത് ഗ്രാൻഡ് പാരൻസിന്റെ കൂടെയായിരുന്നു. എന്നും അവൻ്റെ അച്ഛൻ മദ്യപിച്ച് വന്ന് അമ്മയെ തല്ലുമായിരുന്നു. അയാൾക്ക് ആരുമായിട്ടും ഒരു ബന്ധവും ഇല്ലായിരുന്നു. പലപ്പോഴും അയാൾ സ്വന്തം മകൻ്റെ മുന്നിൽ വെച്ച് സെക്സ് റിലേറ്റഡ് മാഗസിൻസ് ഒക്കെ വായിക്കുമായിരുന്നു. കുഞ്ഞ് ഡേവിഡ് പാർക്കറിനെ കൊണ്ട് ഇത്തരം മാഗസിൻസ് വായിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്തൊക്കെ ഡേവിഡ് പാർക്കറിന് പെൺകുട്ടികളെ കണ്ടാൽ അൺകംഫർട്ടബിൾ ആയിട്ടൊക്കെ ഫീൽ ചെയ്തു തുടങ്ങി. ഒരു നാണം കുണുങ്ങിയായി മാറി. അതുകൊണ്ട് തന്നെ അവനെ മറ്റ് പിള്ളേര് കളിയാക്കാനും തുടങ്ങി. ഇത്തരമൊരു അവസ്ഥയിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഡേവിഡ് പാർക്കർ ചെയ്തത് ഡ്രഗ്സും ആൽക്കഹോളും ഉപയോഗിക്കലായിരുന്നു. പഠിത്തം കഴിഞ്ഞ് US ആർമിയിൽ ജോയിൻ ചെയ്തു. US ആർമിയിലെ സർവീസ് കഴിഞ്ഞ ശേഷം ഒരു മെക്കാനിക് ഷോപ്പിൽ ജോലിക്ക് കയറി. ആ ഷോപ്പിലെ ആളുകൾക്ക് ഡേവിഡ് പാർക്കറിനെ പറ്റി പറയാൻ നല്ല കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോഫ്റ്റ് ആൻഡ് പൊളൈറ്റായ ആളെന്നാണ് അവരുടെ അഭിപ്രായം. ആ മെക്കാനിക് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അയാൾ ഒരു പെൺകുട്ടിയെ കണ്ടതും അവളെ കല്യാണം കഴിച്ചതും. പക്ഷേ കുറച്ച് നാളുകൾക്കുള്ളിൽ അത് ഡിവോഴ്സായി.
ആ ഡിവോഴ്സ് കഴിഞ്ഞ് അയാൾ വീണ്ടും മറ്റൊരു സ്ത്രീയെ മാരേജ് ചെയ്തു, അതും ഡിവോഴ്സ് ചെയ്തു. അങ്ങനെ 4 വിവാഹം ചെയ്തു. ഈ 4 വിവാഹം ചെയ്തതിൽ 4ഉം ഡിവോഴ്സിൽ തന്നെ എത്തി. അതിനിടയിൽ അയാൾക്ക് 3 മക്കളും ജനിച്ചു. പിന്നീട് അയാൾ ജോലിയൊക്കെ വിട്ടു, ഒരു ട്രെയിലർ വാങ്ങി. ഈ ട്രെയിലർ വാങ്ങാനുള്ള കാശ് അയാൾ ജോലി ചെയ്തുണ്ടാക്കിയ $1,00,000 സമ്പാദ്യമുണ്ടായിരുന്നു. ആ സമ്പാദ്യം വെച്ചാണ് ട്രെയിലർ വാങ്ങിയത്. ആ ട്രെയിലറിനകത്ത് ഒരു ടോയ് ബോക്സും കുറേ ഡിവൈസും സെറ്റ് ചെയ്തു. ഡേവിഡ് പാർക്കർ മെക്സിക്കോയിൽ വർക്ക് ചെയ്ത സമയത്ത് പരിചയപ്പെട്ട ആളായിരുന്നു സിൻഡി. അവർ തമ്മിൽ നല്ല ഏജ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സിൻഡി തൻ്റെ ബോയ് ഫ്രണ്ടിനെ ഉപേക്ഷിച്ച് ഡേവിഡിൻ്റെ കൂടെ ലിവിങ് ടുഗദർ തുടങ്ങി. അപ്പോഴാണ് ഡേവിഡ് സിൻഡിയോട് ഒരു കാര്യം പറയുന്നത്. അയാളുടെ കൊലകളെ പറ്റിയും എങ്ങനെയാണ് ഓരോ സ്ത്രീകളെയും ക്രൂരമായി കൊന്നത് എന്നൊക്കെ പറ്റിയൊക്കെ അയാൾ സംസാരിച്ചു തുടങ്ങി. കൊല ചെയ്തെന്ന് മാത്രമല്ല, എങ്ങനെ ബോഡി കൃത്യമായിട്ട് ആരും അറിയാതെ നശിപ്പിക്കാമെന്നും അയാൾക്കറിയാമെന്ന് സിൻഡിയോട് പറഞ്ഞു. പക്ഷെ സിൻഡി ആദ്യം ഇതൊക്കെ വിശ്വസിച്ചില്ല. പിന്നീട് അവൾക്ക് ഈ കേൾക്കുന്ന കാര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവർ 2 പേരും സ്ത്രീകളെ കടത്തിക്കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്ത് കൊല്ലാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ടോർച്ചർ ചെയ്യാനാണ് അയാൾ ട്രെയിലറിൽ അത്രയും എക്യുപ്മെൻറ്റ്സ് വെച്ചതും. വൈപ്സ്, ചെയിൻസ്, ക്ലാംസ്, ബ്ലേഡ്, ലെഗ് സ്പ്രെഡർ, സോ, ഇലക്ട്രിക് ഷോക്ക് മെഷീൻ, അങ്ങനെ പലവിധ മെഷീൻസ് ഉപയോഗിച്ച് ടോർച്ചർ ചെയ്ത് കൊലപ്പെടുത്തലാണ് പതിവ്. ഇത് വർഷങ്ങളോളം തുടർന്നു. ടോർച്ചർ ചെയ്ത ഇരയെ റേപ്പ് ചെയ്യാനായിട്ട് ഡേവിഡ് അയാളുടെ സൈക്കോ ഫ്രണ്ട്സിനെയും ചിലപ്പോൾ സ്വന്തം വളർത്തു പട്ടികളെയും വരെ ഉപയോഗിച്ചു. ചിലരെ ക്രൂരമായിട്ട് കൊന്നു, ചിലരെ രക്ഷപ്പെട്ടു, ചിലരെ വെറുതെ വിട്ടു. ഹെവി ഡ്രഗ്സ് കുത്തിവച്ചായിരുന്നു അവരെ ടോർച്ചർ ചെയ്തിരുന്നത്. ഈ ടോർച്ചർ ചെയ്യുന്ന വീഡിയോ റെക്കോർഡും ചെയ്തിരുന്നു. അങ്ങനെ ഒരിക്കൽ സിൻഡിയ വിജിൽ എന്ന സ്ത്രീയെ ഡേവിഡ് റേയും സിൻഡിയും കൂടി കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുവന്നു. അവൾക്ക് ഹെവി ഡോസ് ഡ്രഗ്സ് ഇഞ്ചക്ട് ചെയ്ത് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ഭക്ഷണവും വെള്ളവുമില്ലാതെ ദിവസങ്ങളോളം സിൻഡിയ വിജിൽ പീഡനങ്ങൾ സഹിച്ചു. വേദന സഹിക്കാൻ പറ്റാണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ സിൻഡിയ വിജിൽ ഡിസൈഡ് ചെയ്തു. പക്ഷേ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. 1 ഇഞ്ച് അനങ്ങാൻ പോലും പറ്റാണ്ട് അവൾ വേദന സഹിച്ചിരുന്നു. രക്ഷപ്പെടാൻ അവസരം കിട്ടുമെന്ന് അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഡേവിഡ് ജോലിക്ക് പോയ സമയം ഡേവിഡ് റേയുടെ പാർട്ട്ണർ സിൻഡി മറന്നു വെച്ച് പോയ ഒരു കീ തൊട്ടടുത്ത് സിൻഡിയ വിജിൽ കണ്ടു. ആ കീ എടുത്ത് കയ്യിലെയും കാലിലെയും ലോക്ക് എടുത്തപ്പോഴേക്കും ഡേവിഡ് റേയുടെ പാർട്ട്ണർ സിൻഡി ഇത് കണ്ടു. സിൻഡിയെ എങ്ങനെയൊക്കെയോ ശക്തിയിൽ തള്ളിയിട്ട് സിൻഡിയ വിജിൽ ആ ട്രെയിലറിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് അവൾ നേക്കഡായിട്ട് ട്രെയിലറിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓടേണ്ടി വന്നത്. അങ്ങനെ അവൾ ഒരു വീട്ടിലേക്ക് ഓടിയെത്തി. അതുവഴി ഈ വിവരം പോലീസിലെത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഡേവിഡിനെയും സഹായിയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡേവിഡിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അയാളുടെ ക്രൂരത വലിയ രീതിയിൽ തന്നെ വാർത്തയായി. അപ്പോഴാണ് ഏഞ്ചലിക്ക എന്നൊരു സ്ത്രീ പോലീസ് സ്റ്റേഷനിലെത്തിയത്. അവളും ഡേവിഡിൻ്റെയും സിൻഡിയുടെയും ഇരയാണ് താനെന്ന് പോലീസിനോട് പറഞ്ഞു. ഒരിക്കൽ ഏഞ്ചലിക്കയെ സിൻഡി ട്രെയിലറിലേക്ക് ക്ഷണിച്ചു. അവളെ ദിവസങ്ങളോളം റേപ്പ് ചെയ്യുകയും ടോർച്ചർ ചെയ്യുകയും ചെയ്തു. എങ്ങനെയോ സിൻഡിയ വിജിൽ രക്ഷപ്പെട്ടതുപോലെ ഏഞ്ചലിക്കയും രക്ഷപ്പെട്ടു. അവൾ ഹൈവേ റോഡിലിറങ്ങി. അവിടെ ഒരു ഓഫ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നൊരു പോലീസ് ഓഫീസറിനെ കണ്ടു. അയാളോട് ഏഞ്ചലിക്ക കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു പറഞ്ഞു. പക്ഷെ അയാൾ ഏഞ്ചലിക്കക്ക് സംഭവിച്ച കാര്യങ്ങളൊന്നും വിലക്കെടുത്തില്ല. അതുകൊണ്ട് തന്നെ ഏഞ്ചലിക്ക നെക്സ്റ്റ് കിട്ടിയ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാനെത്തി. പക്ഷേ പോലീസ് ആ കേസിന് പിറകിൽ പോയിട്ടുമില്ല. അതായത് അവർ ഒരു ആക്ഷനും എടുത്തില്ല. സത്യത്തിൽ ഇത്രയൊക്കെ ക്രൂരതകളെപ്പറ്റി പറഞ്ഞപ്പോൾ പോലീസുകാരെ വിശ്വസിച്ചതേയില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഏഞ്ചലിക്ക കേസ് ഫോളോ അപ്പ് തന്നെ നിർത്തി. ഡേവിഡിൻ്റെ ആ ട്രെയിലറിൽ നിന്ന് കിട്ടിയ ടോർച്ചർ വീഡിയോയിലെ സ്ത്രീ അവളുടെ കാലിൽ ഒരു ടാറ്റു ഉണ്ടായിരുന്നു. ആ ടാറ്റു ഫോട്ടോ പോലീസ് ന്യൂസിൽ കൊടുത്തു. ഇത് കണ്ടാണ് ഒരു സ്ത്രീ പോലീസിനെ സമീപിച്ചത്. അവളുടെ പേരാണ് കെല്ലി ഗാരറ്റ്. ഞാൻ ഈ കഥയുടെ ആദ്യം പറഞ്ഞ ആള്. ഒരിക്കൽ കെല്ലി ഗാരറ്റും ഭർത്താവും കൂടി അടികൂടി പിണങ്ങി. അങ്ങനെ കെല്ലി ഗാരറ്റ് വീട് വിട്ടിറങ്ങി. വഴിയിൽ വെച്ച് അവൾ ഡേവിഡിനെ കണ്ടു. ഡേവിഡ് അവൾക്കൊരു ലിഫ്റ്റ് ഓഫർ ചെയ്തു. ഒരു ഡ്രിങ്കും കുടിക്കാൻ കൊടുത്തു. ആ ഡ്രിങ്കിൽ ഹെവി ഡോസ് ഡ്രഗ്സ് ആയിരുന്നു. അവളെ കെല്ലി ഗാരറ്റിനെ ടോർച്ചർ റൂമിലിട്ട് 2 ദിവസത്തോളം ടോർച്ചർ ചെയ്തു, റേപ്പ് ചെയ്തു. ഈ ഡ്രഗ്സ് ഓവർഡോസ് ആയതുകൊണ്ട് കെല്ലി ഗാരറ്റിന് അവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ കെല്ലി ഗാരറ്റിനെ ഡേവിഡ് തിരിച്ച് ഹസ്ബൻഡിൻ്റെ അടുത്ത് കൊണ്ടാക്കി. ഞാനാണ് കെല്ലി ഗാരറ്റിനെ ബീച്ച് സൈഡിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതെന്നൊക്കെ ഡേവിഡ്
കെല്ലി ഗ്യാരറ്റിന്റെ ഭർത്താവിനോട് പറഞ്ഞു. അതോടെ അവളുടെ ഹസ്ബൻഡിന് കെല്ലിയോടുള്ള ദേഷ്യം ഇരട്ടിച്ചു. അവർ തമ്മിൽ വഴക്കായി. അത് ഡിവോഴ്സിലെത്തി. ഡിവോഴ്സിന് ശേഷം അവള് കൊളറാഡോയിൽ സെറ്റിലായി. FBI ഈ കേസ് അന്വേഷിക്കാൻ ഏകദേശം 100ഓളം ഏജൻസിനെ വിളിച്ച് ഡേവിഡിന്റെ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞയച്ചു. പക്ഷേ ഒരു ബോഡി പോലും അതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അയാൾ കൊന്നുകളഞ്ഞ വിക്ടിംസിന്റെ ഓരോ ബോഡിയും എവിടെയാണ് ഡംപ് ചെയ്തതെന്ന് പോലീസിന് കണ്ടുപിടിക്കാനേ ആയിട്ടില്ല. എന്നാൽ ഡേവിഡ് റേ കൊല്ലാതെ വെറുതെ വിട്ട ഇരകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. കാരണം അവർക്കൊക്കെ ഹൈ ഡോസ് ഡ്രഗ്സ് ആയിരുന്നു കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ വിവരം പുറം ലോകം അറിഞ്ഞതുമില്ല. ഏതായാലും ചോദ്യം ചെയ്യലിൽ ഡേവിഡ് റേ പറഞ്ഞത് അയാളുടെ ഒരു ഇമാജിനറി വേൾഡാണ് ഈ ടോയ് ബോക്സ് എന്ന്, അതായത് ഈ ടോർച്ചർ റൂം. അയാൾ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയാണ് അങ്ങനെ കുറെ എക്യുപ്മെന്റ്സ് കളക്ട് ചെയ്തത്. ധാരാളം വർഷങ്ങളുടെ നിയമയുദ്ധത്തിനൊടുവിൽ അയാൾ കുറ്റക്കാരനാണെന്ന് കോടതിക്ക് മനസ്സിലായി. അയാൾക്ക് 224 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചു. ഈ കേസിൽ ഡേവിഡ് റേയുടെ മകളും ഇൻവോൾവ്ഡ് ആയിരുന്നു. മുന്നേ തന്നെ പറഞ്ഞിരുന്നു അയാൾക്ക് 4 വിവാഹങ്ങളിലായിട്ട് 3 പിള്ളേരുണ്ടായിരുന്നു. അതിൽ ഒരു പെൺകുട്ടി ഡേവിഡ് റേനെ ഹെൽപ്പ് ചെയ്തിരുന്നു. പല വിക്ടിംസിനെയും അയാളുടെ മകള് സംസാരിച്ച് ട്രെയിലറിൽ എത്തിച്ചിരുന്നു. എന്നിട്ട് ഡ്രഗ്സ് കൊടുത്തിരുന്നു. അവൾക്ക് 5 വർഷത്തെ ശിക്ഷയും ലിവിൻ പാർട്ട്ണർ സിൻഡിക്ക് 36 വർഷത്തെ ശിക്ഷയും കോടതി വിധിച്ചു. ഈ കേസിലെ 3 വിക്ടിംസ് മാത്രമാണ് ഉണ്ടായത്. ഡേവിഡ് റേ ഏകദേശം 60ഓളം സ്ത്രീകളെ ടോർച്ചർ ചെയ്ത് റേപ്പ് ചെയ്ത് കൊന്നു എന്നാണ് പറയുന്നതെങ്കിലും കൊന്നത് ഡേവിഡ് റേ ആണെന്ന് ഒരു തെളിവുമില്ല. അയാൾ ജയിലിലായപ്പോഴും കേസ് നടന്നുകൊണ്ടേയിരുന്നു. അജ്ഞാതമായ പല ബോഡികളും കിട്ടുമ്പോഴും പോലീസ് ആദ്യം സംശയിച്ചിരുന്നത് ഡേവിഡ് റേനെ തന്നെയായിരുന്നു. അങ്ങനെ 2002 ഡേവിഡ് റേനെ ഒരു ഇൻറ്ററോഗേഷന് കൊണ്ടുപോകുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന് അയാൾ മരണപ്പെട്ടു. അതോടുകൂടി ഡേവിഡ് റേ കേസും ക്ലോസ് ചെയ്തു. ഡേവിഡ് റേയുടെ ചൈൽഡ്ഹുഡിൽ അയാളുടെ ഫാദർ ചെയ്ത അത്തരം ആക്ടിവിറ്റീസ് സ്വന്തം മകൻ്റെ മുന്നിൽ വെച്ച് പോർണോഗ്രാഫി മാഗസിൻസ് വായിച്ച് ആസ്വദിച്ചു. ആ മകനെയും കൂടി വായിക്കാൻ പ്രേരിപ്പിച്ചു. അതാണോ ഡേവിഡ് റേക്ക് ഇത്രയും വൃത്തികെട്ട മനസ്സാവാൻ കാരണം? മാത്രമല്ല അയാൾ 2 പേരെ മാറ്റിയെടുത്തു, സ്വന്തം മകളെയും സിൻഡി എന്ന സ്ത്രീയെയും. ഈ 2 പേരെയും ക്രൈംസ് നടത്താനായിട്ട് കൂടെ കൂട്ടുകയും ചെയ്തു. ഈ കേസിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.